ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് അഭയകേന്ദ്രമാവുകയാണ് നന്ദിയോട് തുരുത്ത് കൂട്ടായ്മ. വയോജനങ്ങളെ ചേർത്തു നിർത്തി 10 വർഷമായി മുന്നോട്ടു പോകുന്ന ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം ഏവർക്കും മാതൃകയാണ്. കുട്ടികളെ സംരക്ഷിക്കാൻ സമയമില്ലാതെ തങ്ങളുടെ ലോകം കെട്ടിപ്പടുക്കാൻ മാതാപിതാക്കൾ ഓടുന്ന അവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ. പല കുടുംബങ്ങളിലും കുട്ടികളെ ദിവസ സംരക്ഷണശാലയിലോ വീട്ടുജോലിക്കാരെയോ ഏൽപ്പിച്ചാണ് അവർ പലപ്പോഴും പുറത്തു പോകുന്നത്. മാതൃപ്രതി സ്നേഹം ലഭിക്കാത്ത എത്രയോ കുട്ടികളാണ് ഈ ലോകത്തിൽ ഒറ്റപ്പെടുന്നത്. അതുപോലെ കുഞ്ഞു മനസ്സ് തന്നെയാണ് വയോജനങ്ങൾക്കുമുള്ളത്. തങ്ങളെ പോറ്റി വളർത്തി വലുതാക്കിയ മക്കൾ അവരുടെ ജീവിതം പടുത്തുയർത്താൻ അധ്വാനിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാതെ വരുമ്പോഴുള്ള സാഹചര്യങ്ങളിൽ ആശ്രയമാവുകയാണ് നെടുമങ്ങാട് നന്ദിയോട് പച്ചകേന്ദ്രമാക്കിയുള്ള തുരുത്തെന്ന കൂട്ടായ്മ. ഒരു വയോജന ദിനം കൂടി കടന്നുപോയപ്പോൾ ഇവരുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ്. കഴിഞ്ഞ 10 വർഷമായി വയോജനങ്ങളെ ചേർത്ത് നിർത്തി മുന്നോട്ടു പോവുകയാണ് ഈ കൂട്ടായ്മ. വയോജന ദിനാഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന സതീഷനും സംഘവും ചേർന്ന് ഇവിടുത്തെ അന്തേവാസികളുമായി പൊന്മുടി സന്ദർശിക്കാനിറങ്ങി. കോടമഞ്ഞിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചതിൽ അതീവ സന്തുഷ്ടരാണ് ഇവർ. ഇങ്ങനെ ഒരു തുരുത്ത് വന്നതിൽ ഈ അമ്മമാരെ എല്ലാരെയും കൊണ്ടുവന്നു വലിയ ആഡംബരാക്കി നല്ല പാട്ടുകളാക്കി അപ്പൂപ്പന്മാരുണ്ട്. ഇന്ന് എല്ലാ പ്രായമായ ആൾക്കാരെയും പിള്ളേരെയും എല്ലാം കൂടെ ചേർത്ത് ഒരു ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പൊന്മുടിയിൽ വന്നത്. നല്ല കാലാവസ്ഥയായാലും എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തോടെ വരികയും ഞങ്ങളിവിടെ പല കളികളും വടംവലികളും മത്സരങ്ങളും ഒക്കെ നടത്തി. വയോജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പച്ച തുരുത്തെന്ന് പറയുന്നത്. ഒറ്റപ്പെട്ടും ഒറ്റയ്ക്കും ഒക്കെ പല വീടുകളിലായി താമസിക്കുന്ന, മറ്റാശ്രയമില്ലാതെ അല്ലെങ്കിൽ ഇതേപോലുള്ള ഉല്ലാസയാത്രയ്ക്ക് കൊണ്ടുപോകാൻ ആരുമില്ലാതെ കഴിയുന്ന ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഉല്ലാസയാത്രയാണ് ഇന്ന് നമ്മൾ തുരുത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ വർഷം തോറും നടത്താറുള്ള ഒരു പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പൊന്മുടിയിലേക്കുള്ള ഒരു യാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചത്. തുരുത്ത് 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുരുത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മളിവിടെ കൂടിയത്. അതേപോലെ തന്നെ ഈ തുരുത്തിലെ വയസ്സായവർക്കും ഒപ്പം തന്നെ കുട്ടികളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കുട്ടികളെയും അമ്മമാരെയും മുതിർന്നവരെയും എല്ലാം കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ചിറകുകൊഴിഞ്ഞ മോഹങ്ങളുമായി 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടവരും ഒറ്റയ്ക്കും ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്കും കൈത്താങ്ങാണ് ഇന്ന് തുരുത്ത്. ഇത്തരത്തിൽപ്പെട്ട 32 വയോജനങ്ങളെയും അവർക്ക് താങ്ങായി 12 കുട്ടികളെയുമാണ് വിനോദയാത്രയ്ക്കായി കൊണ്ടുപോയത്. പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ സന്ദർശിക്കുന്നതിനോടൊപ്പം തന്നെ വിവിധ കലാമത്സരങ്ങളും ഇവർക്കായി സംഘടിപ്പിച്ചിരുന്നു. 60ഓളം അംഗങ്ങളാണ് തുരുത്തിലുള്ളത്. തുരുത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. തുരുത്ത് ചെയർമാൻ നന്ദിയോട് സതീശൻ, വയോജന കൂട്ടായ്മ പ്രസിഡന്റ് വേലുക്കുട്ടി നായർ, വൈസ് പ്രസിഡന്റ് ശ്രീധരൻ, രാധാമണി, പങ്കജാക്ഷൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, നെടുമങ്ങാട്.